നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ടാറ്റ ഇയറ CV-യുമായിട്ട് നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിലെ മെറിഡിയൻ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ ഒരു നല്ല തണലുള്ള സ്ഥലം കിട്ടിയുകൊണ്ട് ഇവിടുന്ന് ആരംഭിക്കാം എന്ന് വിചാരിച്ചു. ടാറ്റ സിയറ ഇന്ത്യക്കാരുടെ വലിയൊരു പ്രതീക്ഷയായിരുന്നു. കാരണം പഴയ കാലത്ത് തന്നെ ടാറ്റ സിയറ നമ്മുടെ കണ്ണിൽ ഉടക്കിയ ഒരു വാഹനമാണ്. ഇതിനൊരു പ്രത്യേക രൂപഭംഗി തന്നെയായിരുന്നു അതിന് കാരണം. അതിനുശേഷം ആധുനിക കാലത്ത് സിയറ തിരിച്ചു വന്നപ്പോൾ ഏതാണ്ട് ആ ഒരു രൂപഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വന്നത്. ആ ഒരു വലിയ ബൾക്കി രൂപമല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ ഐസ് മോഡൽ വന്നിട്ട് 30,000-ഓളം യൂണിറ്റുകൾ വിറ്റഴിഞ്ഞു. 1,00,000-ഓളം ബുക്കിംഗ് ബാക്കിയുണ്ട്. അങ്ങനെ ടാറ്റയുടെ SUV-കളിൽ തേർഡ് ലാർജസ്റ്റ് സെല്ലിംഗ് SUV ആണിപ്പോൾ ടാറ്റ സിയറ. അപ്പോൾ ആദ്യകാലത്ത് തന്നെ എനിക്ക് തോന്നുന്നു 3-4 വർഷം മുമ്പ് തന്നെ ടാറ്റ സിയറയുടെ EV വേർഷൻ ടാറ്റ പ്രദർശിപ്പിച്ചിരുന്നു. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ടാറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട EV എന്ന് വിളിക്കാവുന്ന ഹാരിയർ EVയുടെ ഏതാണ്ട് അതേ സംവിധാനങ്ങളൊക്കെയാണ് ഇതിൽ ഒരുക്കിയിരിക്കുക എന്നുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇതിന് ഓൾ വീൽ ഡ്രൈവും ഉണ്ട്. അതായത് ഗംഭീരമായ ഗ്രിപ്പ് നൽകുന്ന ഏത് മലയും കയറുന്ന ഒരു SUV ആക്കിയാണ് ഇപ്പോൾ ടാറ്റ സിയറ EVയെ കൊണ്ടുവന്നിരിക്കുന്നത്. റേഞ്ച് നോക്കുകയാണെങ്കിൽ 2 ബാറ്ററി പാക്ക് ഉണ്ട്. അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ നോക്കുകയാണെങ്കിൽ 665 തൊട്ട് 535 കിലോമീറ്റർ വരെയാണ് റേഞ്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ടൈം മൈലേജ് എന്ന് പറയുന്ന ഒരു 550 പിന്നിലേക്ക് 500 തൊട്ട് 550 വരെയൊക്കെ കിട്ടാൻ സാധ്യത. അത് കൂടിയ ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിലാണ്. കുറഞ്ഞ ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു 460-470 വരെയൊക്കെ റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വളരെ പെട്ടെന്ന് ടോപ്പപ്പ് ചെയ്യാം എന്നുള്ള മറ്റൊരു കാര്യം. അങ്ങനെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഇതിൻ്റെ ഒരു ബ്രീഫിങ്ങിൽ ഇതിൻ്റെ ഒരു 3 സ്ക്രീനുകളാണ് ഉള്ളിലുള്ളത്. അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ അന്നം വിട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന വളരെ പ്രീമിയം വാഹനങ്ങളിൽ പോലും ഇല്ലാത്ത അത്രയും ഫീച്ചേഴ്സാണ് ഈ ഒരു സ്ക്രീനിനുള്ളിൽ സോഫ്റ്റ്വെയർ എന്ന മട്ടിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മഹാഭാരതത്തിൻ്റെ കാര്യം പറയുന്ന പോലെ ഇതിലുള്ളതേ ഉള്ളൂ മറ്റെല്ലായിടത്തും. അതായത് ഇതിലില്ലാത്ത മറ്റിടത്തും ഇല്ല എന്ന് മറ്റൊരു രീതിയിലും പറയാം. ആ രീതിയിലാണ് ഏറ്റവും പുതിയ ടാറ്റ സിയറ EV വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ടാറ്റ സിയറ EVയെ അടുത്ത് കാണാം. ഏതായാലും ഐസ് മോഡലിനേക്കാളും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പ്രധാനമായും എപ്പോഴും വരുന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ, അതായത് മുൻഭാഗത്തുനിന്ന് അടച്ച് പൂട്ടുക എന്ന് പറയുന്ന പരിപാടി. അതാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വലിയ ഒരു പാനലാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പക്ഷേ സിയറ എന്നുള്ള വലിയൊരു എഴുത്തൊക്കെ ഉണ്ടായിരുന്നു ഐസിൻ്റെ എഴുത്ത്, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആ വലിയൊരു പാനൽ വന്നിരിക്കുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ എയറോഡൈനാമിക്കായി വാഹനം എന്നുള്ള കാര്യമാണ്. കാറ്റ് ഒരു തടസ്സവുമില്ല സൈഡിൽ കൂടെ അങ്ങനെ അങ്ങ് കയറി ഇറങ്ങി പൊക്കോളും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ ഈ ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെയാണ് ഡേറ്റ റണ്ണിംഗ് ലാമ്പ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചാർജ് ആകുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഇൻഡിക്കേഷൻ കാണിക്കും. ഇതിങ്ങനെ ഒന്ന് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ചാർജ് ആകുന്നുള്ള കാര്യം മനസ്സിലാക്കാം. ആദ്യം നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഫുൾ കാണിക്കും LED സ്ട്രിപ്പ്. അതിനുശേഷം അത് എത്രത്തോളം ചാർജ് ആകുന്നുണ്ടോ അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടാറ്റ സിയറ EV എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തായാലും വാഹനപ്രേമികൾ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, നല്ല വാല്യൂ ഉള്ള വാഹനം കുറഞ്ഞ പണത്തിന് കിട്ടണം. അതായത് കുറച്ചു കാലം നമ്മുടെ കയ്യിൽ ഇരുന്നിട്ടാണെങ്കിലും വിൽക്കുമ്പോൾ ഭാവിയിൽ നല്ല വില കിട്ടും. ഇത് നമ്മുടെ നിക്ഷേപങ്ങളുടെ കാര്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. നല്ല മൂല്യമുള്ള ഒരു സാധനം വിലക്കുറവിൽ കിട്ടുന്നു. ഇതിനെയാണ് വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വളരെ കുറഞ്ഞ വിലയ്ക്ക് സാധനം കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം. കഷ്ടപ്പെട്ട് ഓഹരി ഇതാണ് എന്ന് കണ്ടുപിടിക്കണം. എന്നാൽ ഇപ്പോൾ നമ്മുടെ പണത്തെ ഈ രീതിയിൽ നിക്ഷേപിക്കാനുള്ള ഒരു അവസരം പഞ്ചാബ് നാഷണൽ ബാങ്കും മെറ്റ്ലൈഫും ചേർന്നുള്ള PNB മെറ്റ്ലൈഫ് എൻഹാൻസ്ഡ് വാല്യൂ ഫണ്ട് NFO വഴി ഒരുക്കുന്നുണ്ട്. ഈ NFOയുടെ കഴിഞ്ഞ 7 വർഷങ്ങളിൽ ഓരോ വർഷവും 25% ശരാശരി റിട്ടേൺ നൽകിയിട്ടുള്ളത്. NFOയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കാണ് നമ്മുടെ നിക്ഷേപത്തിൻ്റെ ഭാഗം പോകുന്നത്. പിന്നെ മാസം അടയ്ക്കുന്ന തുകയുടെ 120 മടങ്ങ് ലൈഫ് കവറിനോടൊപ്പം തന്നെ വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുന്ന ലാഭത്തിന് 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. പ്രവാസികളായവർക്കൊക്കെ മാസം 18,000 രൂപയൊക്കെ വെച്ച് അടച്ചാൽ വർഷങ്ങൾക്ക് ശേഷം 2 കോടി രൂപ വരെ റിട്ടേൺ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഈ NFO ജൂലൈ 13 വരെ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നീക്കിയിരിപ്പ് വേണം, കുറച്ചൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെയോ കമൻറ്റ് ബോക്സിലെയോ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി തുടർന്ന് ടാറ്റ സിയറ EVയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പിന്നെ ബൈ പ്രൊജക്ടർ LED ലാമ്പ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹെഡ് ലാമ്പ് എല്ലാം അതേപടി കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് മനോഹരമായ ക്രിസ്റ്റൽ ഒരു രീതിയിലുള്ള ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടാറ്റയുടെ വാഹനങ്ങളിലെ ഏറ്റവും ബിൽഡ് ക്വാളിറ്റി കാഴ്ചയിൽ തോന്നുന്നത് ഇതിൻ്റെ കാര്യത്തിലാണ്. ആ രീതിയിൽ ഗംഭീരമായ ഒരു നിർമ്മാണ രീതി ഇതിനുണ്ട്.
ഈ ഭാഗത്ത് ഒരു എയർ ഫ്ലോയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയാണെങ്കിലും ഫുൾ ബ്ലാക്ക് ഫിനിഷും അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റീൽ ഫിനിഷും ഒക്കെ കൊടുത്ത് താഴെയുള്ള ഭാഗമൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. താഴെ ബമ്പറിൻ്റെ ഭാഗവും പാടെ മാറിയിട്ടുണ്ട് ഐസ് വേർഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ മുൻഭാഗം എല്ലാം കൂടുതൽ ഭംഗിയായിട്ടുണ്ട് ഐസിനേക്കാളും എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു ഭാഗവും അതിലെ ഈ ഒരു LED സ്ട്രിപ്പ് ലൈറ്റും എല്ലാം ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഇലുമിനേറ്റഡ് ലോഗോയും കൊടുത്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു ബോണറ്റിൻ്റെ ഭാഗമൊക്കെയാണെങ്കിലും വളരെ ഉയർന്നു നിൽക്കുന്നു. അതിൽ ചെറിയ പവർ ബൾജുകളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ഇനി വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് അലോയ് വീലിൽ പോലും മാറ്റമില്ല. അലോയ് വീലിൻ്റെ ഐസ് വേർഷനിൽ കാണിച്ചിരുന്ന ഏതാണ്ട് എയറോ വീൽ എന്ന് വിളിക്കാവുന്ന EVകൾക്ക് കൊടുക്കുന്ന അതിന് സമാനമായ വീലാണെങ്കിൽ അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ 19 ഇഞ്ചാണ്. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്, ഓൾ വീൽ ഡ്രൈവാണ്. അതുകൊണ്ട് തന്നെ 19 ഇഞ്ചാണ്. അല്ലെങ്കിൽ 18 ഇഞ്ച് താഴേക്കുള്ള ലോവർ വേരിയൻസിലൊക്കെ 18 ഇഞ്ചാണ് വരുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ള, പ്രത്യേകിച്ച് ഈ ഒരു നിറത്തോട് ചേർന്ന് നിൽക്കുന്ന ഭംഗിയുള്ള അലോയ് വീൽ, അതിന് സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനമായതുകൊണ്ട് തന്നെ വീൽ ട്രാവൽ ആവശ്യമാണ്. അതിനുള്ള സ്പേസ് ധാരാളമായിട്ട് ഇവിടെ കാണാം. ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു ക്ലാഡിംഗ് ഒക്കെ അതും ഭംഗിയായിട്ടുണ്ട്. ഐസ് വേർഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് കാണാവുന്നത് TATA.EV എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ് ആണ്. അതാണ് അഡീഷണലായിട്ട് വന്നിരിക്കുന്നത്. ഐസ് വേർഷൻ്റെ അതേ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് 205 മില്ലിമീറ്റർ കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് ഇരിക്കുമ്പോൾ പിൻഭാഗത്ത് സീറ്റിൻ്റെ ആ ഭാഗത്ത് ഒരു 20 mm ഒരു ഫ്ലോറിന് അല്പം ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അതൊന്നും പക്ഷേ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസിനെ ബാധിക്കാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇത്തരം ഡോർ ഹാൻഡിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പ്രത്യേകതയല്ല, ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിസൈനെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ സൈഡ് പാനലൊക്കെ നിർമ്മിക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. അതുപോലെ ഇവിടെ ബ്ലാക്ക് ഫിനിഷുള്ള ബി പില്ലർ, ഇവിടെ പക്ഷേ ഇവിടെ വീണ്ടും ഈ ഒരു ബോഡി കളേർഡായിട്ടുള്ള പില്ലറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ NFC കാർഡ് ഉപയോഗിച്ച് നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ചെറിയ സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലോ, ഈ ഭാഗമാണല്ലോ സീറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പഴയ സീറയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഈ ഒരു ഗ്ലാസ് ഏരിയ കൊണ്ടാണ്. അത് അതേപടി നിലനിർത്തിയിരിക്കുന്നു. ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് വലിയ ഗ്ലാസ് ഏരിയ ഉണ്ട്. അതുപോലെ ആ ക്ലാഡിങ് ഇവിടെ എത്തുമ്പോൾ കനപ്പെട്ട് വരികയാണ്. വളരെ ശക്തമായ ക്ലാഡിങ് ആണെങ്കിലും അത് വൃത്തികേടാക്കിയിട്ടില്ല. പൊതുവെ ക്ലാഡിങ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് പിയാനോ ബ്ലാക്ക് ആയതുകൊണ്ടും കുറച്ചുകൂടി ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വീണ്ടും ബോഡി കളറും അതുപോലെ തന്നെ ബ്ലാക്കും ഒക്കെ ഇടചേർന്ന് വരുന്നതും രസമുള്ള കാര്യമാണ്. പിൻഭാഗത്താകെ നമുക്ക് മാറ്റം പറയുന്നത് .EV എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് മാത്രമാണെന്ന് പറയാം. എന്തായാലും ഗ്രൗണ്ട് ക്ലിയറൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ പിൻഭാഗത്ത് നിന്നാണ് നോക്കേണ്ടത്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ സ്പോയിലർ, അതുപോലെ തന്നെ ഒരു ഷാർഫിൻ ആൻറ്റിന, ഡീഫോഗർ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വൈപ്പർ കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഇലുമിനേറ്റഡ് ലോഗോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ, അതും എല്ലാം ഐസ് വേർഷനിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കണം എന്ന് തോന്നുന്നില്ല. എന്തായാലും ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഒട്ടും മോശമാകാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും 625 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. അത് ടോപ്പ് ടു ബോട്ടം അളക്കുകയാണെങ്കിലാണ്. കാരണം ഇവിടം വരെയൊക്കെ പെട്ടിയൊക്കെ വയ്ക്കാൻ പറ്റുമല്ലോ. എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾ സാധാരണ ഇതിൽ ഇവിടം വരെ അളക്കുകയാണെങ്കിൽ പോലും 450 ലിറ്റർ ഉണ്ട്. കൂടാതെ 60/40 നമുക്ക് ഫോൾഡ് ചെയ്യാം ബാക്ക് സീറ്റ്. അങ്ങനെയാണെങ്കിൽ 1257 ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് വരികയും ചെയ്യും. അപ്പോൾ യാതൊരു ക്ഷാമവും ഇല്ലാത്ത ബൂട്ട് സ്പേസാണ്. എന്തായാലും സ്പെയർ ടയർ കൊടുത്തിട്ടില്ല. പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ച് വയ്ക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ടെന്നുള്ളൊരു സംശയമില്ല. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചാർജിങ് പോയിൻറ്റുകളൊക്കെ കാണാം. കൂടാതെ വെഹിക്കിൾ ടു ലോഡ്, വെഹിക്കിൾ ടു വെഹിക്കിൾ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോം അപ്ലയൻസുകളൊക്കെ വേണമെങ്കിൽ ഇതിൽ ചാർജ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യാം. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പക്ക ആണ് എന്നാണ് പറയേണ്ടത്. കൂടാതെ നമുക്ക് ഗസ്റ്റ് കൺട്രോൾ ഇത് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. അത് ഞാൻ പൊതുവെ ചെയ്യാറില്ല. ഞാൻ ചെയ്ത് ഒരിക്കലും അത് തുറക്കാറില്ല എന്നുള്ളത് വെറുതെ നിങ്ങളെ ആശിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാനത് ചെയ്യുന്നില്ല. എന്തായാലും നമ്മൾ ഐസ് മോഡലിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അഡീഷണൽ ആയിട്ടുള്ളത് ആ മുൻഭാഗത്തൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങളും ഇത്തരം ബാഡ്ജിങ്ങും മാത്രമേ ഉള്ളൂ. എന്തായാലും അത്തരം മാറ്റങ്ങൾ വലിയ വ്യത്യാസമൊന്നും വാഹനത്തിൻ്റെ രൂപത്തെ സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ഇൻറ്റീരിയറിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ആദ്യം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ആദ്യമായിട്ട് ഐസ് വേർഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതൊന്നും ചെയ്യാനില്ല, നേരെ എടുത്ത് EV ആക്കാം, മോട്ടറും ബാറ്ററിയും ഘടിപ്പിച്ചതെന്ന്. അത് ഏതാണ്ട് ശരിയാണ് ഇതിൻ്റെ കാര്യത്തിലെന്നാണ് തോന്നുന്നത്. ആ രീതിയിൽ വലിയ മാറ്റങ്ങളില്ലാതെ ടാറ്റ സീറ ഐസ് വേർഷനെ EV ആക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഉൾഭാഗത്തേക്ക് പോയി. I'm for the fit and I drive a wide body. Who you know? But like this, nobody can't go slow. I gotta hit that body. I'm the top for the top. I can't never take a break. Yeah, I'm hot and you not. That's why all my records bang. Oh, it's been a long, hard road. Gotta go home. Yeah, 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 yeah. Oh, and I know you love the way that I'm gon' keep going. Yeah, 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 yeah. സത്യത്തിൽ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ ഇൻറ്റീരിയറിലാണ് ഇപ്പോൾ മറ്റ് രാജ്യക്കാരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ടാറ്റയും മഹീന്ദ്രയും. മഹീന്ദ്രയുടെ കാര്യത്തിലാണെങ്കിൽ BE6, അതുപോലെ 9S, അങ്ങനെ എല്ലാ വാഹനങ്ങളും ഇൻറ്റീരിയർ ഞെട്ടിക്കുന്നതാണ്, പ്രത്യേകിച്ച് EVകളുടെ.
അതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു സീറയുടെ ഐസ് വേർഷൻ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇൻറ്റീരിയർ കണ്ടത് ഞെട്ടിയായിരുന്നു. വളരെ വ്യത്യസ്തവും വളരെ ഭംഗിയുള്ളതും ശരിക്കും വളരെ സ്മാർട്ട് ഓഫീസ് രീതിയിലൊക്കെയാണ് മാറ്റിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ കാര്യത്തിലും വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയില്ല ഐസ് വേർഷനിൽ നിന്നും. എങ്കിലും ഈ മുൻഭാഗത്ത് കാണുന്ന നീളത്തിൽ നെടുവിരിയൻ സ്ക്രീൻ എന്നൊക്കെ പറയുന്നത് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ 12.3 ഇഞ്ചിൻ്റെ ഒരു പാസഞ്ചർ സ്ക്രീൻ, ഇവിടെ 12.3 ഇഞ്ചിൻ്റെ സ്ക്രീൻ, ഇതിലേക്ക് വരുമ്പോൾ ഒരല്പം ഉൾഭാഗത്ത് അല്പം ചെറുതാണ് 10.25 ഇഞ്ചിൻ്റെ സ്ക്രീൻ. അങ്ങനെ 3 സ്ക്രീനുകൾ നിരന്നിരിക്കുന്നു. പിന്നെ ഒരു ഗംഭീര മ്യൂസിക് സിസ്റ്റം, അതിൽ ഡോൾബി അറ്റ്മോസും ഉണ്ട്. ഡോൾബി അറ്റ്മോസിനോടൊപ്പം തന്നെ ആപ്പിൾ കാർപ്ലേ വന്നിരിക്കുന്ന ആദ്യത്തെ വാഹനമാണ് എന്നുള്ള മറ്റൊരു കാര്യം. അവിടെ തിയേറ്ററിലൊക്കെ കാണുന്ന പോലെ തന്നെ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 12 സ്പീക്കറിൻ്റെ കിഡിലൻ ഒരു JBLൻ്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഇത് സൗണ്ട് ബാർ ആണ് ഇവിടെ ഈ കാണുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം അമേസിങ് എന്നാണ് പറയേണ്ടത്. സ്ക്രീനിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കാണാം. ആദ്യം ഇവിടെ എല്ലാം ഒരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്വിച്ചുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിൽ 360 ഡിഗ്രി ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഇപ്പം എന്താ പറയുക സുതാര്യമായ വാഹനത്തിൻ്റെ അടിയിലുള്ള ഭാഗം വരെ കാണുന്ന രീതിയിലുള്ള ആ തരത്തിലുള്ള വ്യൂ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 3D വ്യൂ കൊടുത്തിരിക്കുന്നു. കണ്ടോ, ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ താഴെ എന്താണെന്ന് പോലും കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പം സ്റ്റിയറിംഗ് തിരിയുമ്പോൾ നമുക്ക് ഈ ഒരു വിഷ്വലും തിരിയുന്നു. അതൊക്കെ സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്, എന്നാൽ പോലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പക്കയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡ് വ്യൂ, അത്ര എല്ലാ കാര്യങ്ങളുണ്ട്. അത് ഗംഭീര സ്ക്രീനുമാണ്, ഗംഭീര റെസൊല്യൂഷനാണ്. അത്തരം കാര്യങ്ങളൊന്നും യാതൊരു ക്ഷാമവുമില്ല. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ. ഈ ആൻഡ്രോയിഡ് ഓട്ടോയിൽ മറ്റൊരു കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നത് EV ആണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുമായിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഊട്ടിയിലേക്ക് പോകാനിരിക്കുന്നത്, ഊട്ടിയിലേക്ക് ഇപ്പോൾ കോയമ്പത്തൂരാണല്ലോ, ഊട്ടിയിലേക്ക് പോകണമെങ്കിൽ ഊട്ടി വരെയുള്ള വഴിയിലെ എല്ലാ ചാർജിങ് പോയിൻറ്റുകളും അത് കാണിക്കും. അവിടെ എത്രത്തോളം സ്ലോട്ടുകൾ ഒഴിവുണ്ടെന്ന് കാണിക്കും. അതെല്ലാം നമ്മൾ ചോദിക്കാതെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് അതങ്ങനെ സിങ്ക് ചെയ്തിട്ട് അങ്ങനെ കണ്ടുപോകാമെന്നുള്ള എളുപ്പമുള്ള കാര്യമാണ്. അതുപോലെ ഇതിലേക്ക് വരുമ്പോൾ എയർ കൺസോൾ ഗെയിംസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഗെയിംസൊക്കെ ഡൗൺലോഡ് ചെയ്യാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനം ആമസോൺ അലക്സ ഇവിടെ കൊടുത്തിരുന്നു. അലക്സ വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ആർക്കേഡ് EV എന്ന് പറയുന്നത് ടാറ്റയുടെ ഈ ഒരു EV ആർക്കിടെക്ചറാണ്. അപ്പോൾ അത് നെറ്റില്ലാത്തതുകൊണ്ട് അതും വരുന്നില്ല. പിന്നെ ഇവിടെ തിരിച്ചുപോയി. പിന്നെ ഓട്ടോ പാർക്ക് അസിസ്റ്റ്, അതൊക്കെ നിങ്ങൾ സീറയുടെ ഐസ് വേർഷനിൽ കണ്ടുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. നമുക്ക് ഓട്ടോ പാർക്ക് ചെയ്യാൻ പറ്റും വാഹനം. പിന്നെ കസ്റ്റം ടെറൈൻ മോഡുകൾ, അല്ലെങ്കിൽ തന്നെ ടെറൈൻ മോഡുകൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ കസ്റ്റം ചെയ്യാം നമുക്കത്. ഡിജി ആക്സസ്, ഡോൾബി ഡെമോ. ഈ ഡ്രൈവ് പേ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ കോഫി ഷോപ്പിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കോഫി ഷോപ്പാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഫി ഓർഡർ ചെയ്യാം. അവിടെ ചെന്നിട്ട് നിങ്ങൾക്കത് ഗൂഗിൾ പേ വഴി ഈ സ്ക്രീൻ വഴി തന്നെ പേ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി അവിടെ ചേട്ടാ 2 ചായ എന്നവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പോകുന്ന വഴിക്കാണ് ചേട്ടാ 2 ചായ എന്ന് പറയുന്നു. അവിടെ ചായ എടുത്തു വയ്ക്കുന്നു, ചെല്ലുന്നു, പൈസ കൊടുക്കുന്നു, പോരുന്നു. പൈസ അല്ല, ഡിജിറ്റൽ മണി കൊടുക്കുന്നു, പോരുന്നു. അതൊരു ഗംഭീര സംഭവമാണ് കേട്ടോ. ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം ഭാര്യയുടെ ഒക്കെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ ഭാര്യയുടെ മുഖം ഫോട്ടോസൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് വയ്ക്കാം. ആരുടെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള അറിഞ്ഞുകൊണ്ട് എന്തായാലും അതൊക്കെ ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊഫൈൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിങ്ങും അതുപോലെ സീറ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്താണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് സെറ്റ് ചെയ്ത് കയറി ഇരുന്ന പ്രൊഫൈൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും. പിന്നെ ഓരോ തവണയും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യില്ല, AC അഡ്ജസ്റ്റ് ചെയ്യലൊന്നും വേണ്ട. അതെല്ലാം പ്രീ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് പൊക്കോളും. പിന്നെ ഹൊറൈസൺ വ്യൂ, പിന്നെ ഹൈ എയർ ഡിവിഷൻ HUD, ഇതാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ. അത് നമുക്കിതിൽ കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അത് ഇവിടെ നമുക്ക് വരുത്താൻ വേണ്ടി ഈ ഒരു ഇത് ഉപയോഗിക്കാം. അതിൻ്റെ പല കാര്യങ്ങളും കാണാം. വെറുതെ അതിൻ്റെ അത് സ്പീഡ് മാത്രമല്ല കാണിക്കുന്നത്, നമ്മുടെ അഡാസിൻ്റെ ഫീച്ചേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണാൻ സാധിക്കും. പിന്നെ മീ സ്പേസ്, മൂഡ് ലൈറ്റ്, നാവിഗേഷൻ, ഫോണ്, ക്വിക്ക് സെറ്റിങ്സ്, റിലാക്സ് മോഡ്. അതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ, നമ്മൾ തായ്ലൻഡിൽ മസാജിന് പോകുമ്പോൾ വയ്ക്കുന്ന പാട്ടില്ല, അത്തരം പാട്ടൊക്കെ ഞാൻ പോയിട്ടില്ല, പക്ഷേ അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പാട്ടൊക്കെ വയ്ക്കാൻ സാധിക്കും. റിവേഴ്സ് അസിസ്റ്റ് ഉണ്ട്. പിന്നെ സൈലൻറ്റ് മോഡ്, സറൗണ്ട് വ്യൂ, വീഡിയോ പ്ലെയർ, യൂട്യൂബ്, വോയിസ് അസിസ്റ്റൻ്റ്, അങ്ങനെ കിടക്കുകയാണ് ഈ സാധനങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെങ്കിലും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അത്തരം പല കാര്യങ്ങളാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മഹാഭാരതത്തിൻ്റെ കാര്യം പറഞ്ഞ തന്നെയാണ് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ EV എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം ചാർജ് ആകുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ എത്ര തവണ വാഹനം ചാർജ് ചെയ്യണം, ഇപ്പോൾ എല്ലാം എഴുതി കാണിക്കാറുണ്ട്. ഞാൻ നേരത്തെ കണ്ടിരുന്നു 5 തവണ സ്ലോ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ 1 തവണ സ്പീഡ് ചാർജ് ചെയ്യൂ എന്ന് എഴുതി കാണിക്കുന്നത് കണ്ടിരുന്നു. അത്തരം കാര്യങ്ങൾ. പിന്നെ എയർ പ്യൂരിഫയർ, സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. എന്താ JBL മോഡിൽ അങ്ങനെ ഭാരം പോലെ കിടക്കുകയാണ് ഈ സാധനങ്ങൾ. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇത് പാസഞ്ചറിൻ്റെ സൈഡിൽ അതിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയ ശതമാനം ഇതിൽ കാണാം. അതായത് ഡ്രൈവറെ ശല്യപ്പെടുത്താതെ ഇതിൽ യൂട്യൂബ് കാണില്ല, അത്തരം കാര്യങ്ങൾ, ഫോൺ കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, മ്യൂസിക്, അതെല്ലാം അവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം പക്കയാണ് എന്നാണ് പറയേണ്ടത്. ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 100% ചാർജ് ചെയ്തപ്പോൾ 497
കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇപ്പോൾ 500 കാണിച്ചിരുന്നതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ 497 520 വരെ ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് മോഡലിന് കിട്ടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓടിച്ചിട്ട് പറഞ്ഞത്. അപ്പം ഇതിന് ഈ പറഞ്ഞ പോലെ ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ റിയർ വീൽ ഡ്രൈവിൻ്റെ അത്രയും റേഞ്ച് ഇല്ല, എങ്കിലും ഇതിന് 520 കിട്ടുന്നുണ്ട്. 540 കൂടുതൽ ഇതിൻ്റെ ഈ ഏറ്റവും കൂടിയ ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ റിയർ വീൽ ഡ്രൈവിന് കിട്ടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഓടിക്കുമ്പോൾ വിശദമായിട്ട് പറയാം. ശ്വാസം പൊട്ടി കേട്ടോ പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇവിടെ വരുമ്പോൾ ചാർജിങ് പോയിൻറ്റുകളാണ് കാണുന്നത്. 65 വോട്ടിൻ്റെ ഉണ്ട്, പിന്നെ ഒരു സി ടൈപ്പ് ചാർജറുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ചില്ലറ പൈസയൊക്കെ ഇടാവുന്നൊരു സ്ഥലം. പിന്നെ ഇവിടെ ഇത് ജിയോടൊക്കെ ഇവർ നമുക്ക് തന്നിരിക്കുന്ന കണക്ടിവിറ്റിക്ക് വേണ്ടി ഇതാണ് ഇതിൻ്റെ കീ ഫാബ്. ഇതാണ് അവിടെ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിരിക്കുന്നു. ഇത് ആണ് NFC കാർഡ് കൊടുത്തിരിക്കുന്നത്, കീ ഇല്ലാതെ നമുക്ക് വാഹനം ഉപയോഗിക്കാം. ഇത് ഡ്രൈവ് സെലക്ടർ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നമുക്ക് വേണമെങ്കിൽ ഈ NFC കാർഡ് ഇവിടെയാണ് നമുക്ക് വേണമെങ്കിൽ ടാപ്പ് ചെയ്യാവുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്താണ് ഈ ഒരു വയർലെസ് ചാർജർ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റുകൾ വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിന് മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങൾ വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ചും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്, അങ്ങേറ്റം സുഖപ്രദമായ സീറ്റാണെന്ന് മാത്രമല്ല കാണാനും ഭംഗിയല്ല. ഈ ആഷ് നിറവും അതോടൊപ്പം തന്നെ ഈ ഒരു വൈറ്റും ഓഫ് വൈറ്റ് എല്ലാം കൂടെ ചേർന്ന് നല്ല സുഖമായിട്ടുണ്ട് സംഭവങ്ങൾ. സ്പേസിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ, സിയറയ്ക്ക് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും പരാതിയൊന്നും പറയാനില്ല. പിന്നെ ഡോർ പാഡിലേക്ക് പോയാലും ഡോർ പാഡിൻ്റെ പോലും ഡിസൈനിൽ ആ ഒരു എലഗൻസ് തീർച്ചയായിട്ടും ഉണ്ട്. അതിനും ഈ ഒരു ആഷ് നിറവും അതോടൊപ്പം തന്നെ പിയാനോ ബ്ലാക്ക് നിറവും ചെറിയ സ്റ്റീൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. 2 ബോട്ടിൽ സുഖമായിട്ട് വയ്ക്കാം. കൂടാതെ കുട കയറ്റി വയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെറിയ സ്പോട്ട്, കുട കയറ്റി വയ്ക്കാനാണ്. ഇത് പണ്ട് ജാഗുവറിൽ നിന്ന് ഇവർ പഠിച്ചൊരു പരിപാടിയാണ് കേട്ടോ, ഈ കുട കയറ്റി വയ്ക്കുന്ന പരിപാടി. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ടാറ്റയുടെ EVകളിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഇലുമിനേറ്റഡ് ലോഗോ ഒക്കെയുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീല്, അതിൽ ലെതർ റാപ്ഡാണ്. അതിന് ആഷ് നിറവും വൈറ്റ് നിറവും കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ ക്രൂസ് കൺട്രോളിൻ്റെയൊക്കെ ചില സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ എത്തുമ്പോൾ അങ്ങേയറ്റം റെസൊല്യൂഷനുള്ള ഗംഭീരമായ സ്ക്രീനാണ് ഇതിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പം മോഡുകൾ, ഡ്രൈവ് മോഡുകളുടെ സിറ്റിയാണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്നത്. അത് മാറ്റിയാൽ അത് മാറി സ്പോട്ട്, സിറ്റി, നോർമൽ, അങ്ങനെ 3 മോഡുണ്ട്. പിന്നെ ടെറൈൻ മോഡുകളുണ്ട്. പല ടെറൈനിൽ ഓടാൻ വേണ്ടിയുള്ള മോഡുകൾ. അതിൽ നോർമൽ, സ്നോ, ഗ്രാസ്, മഡ്, റക്സ് അങ്ങനെയുള്ള ഒക്കെ അതിൻ്റെയൊക്കെ സ്വിച്ചുകൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ. ഇതാണ് ടെറൈൻ മോഡിൻ്റെ സ്വിച്ച്, ഇതാണ് ഡ്രൈവ് മോഡിൻ്റെ സ്വിച്ച്, ഇത് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ മോഡുകളാണ്. അതിൽ 3 മോഡാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിപ്പം ഓടാത്തതുകൊണ്ട് ഓഫായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും എല്ലാം പക്കയായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഫോൾഡിങ്, എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. സീറ്റിൻ്റെ ഹൈറ്റ് ഞാൻ ഏറ്റവും ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിൻഡോയുടെ ഒപ്പം നിൽക്കുന്നുണ്ട് സീറ്റ്. നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇവിടെ നോക്കിയാലും വിസിബിലിറ്റിക്ക് യാതൊരു പഞ്ഞവുമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ ഈ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരു വാക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ പോലും ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ നമുക്കിനി പനോരമിക് സൺറൂഫ് കാണാം. അപ്പോൾ ഇതാണ് പനോരമിക് സൺറൂഫ്. പനോരമിക് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തട്ടിപ്പും ഇല്ല കേട്ടോ, അങ്ങേയറ്റം പനോരമിക്. ഈവൻ ബൂട്ട് സ്പേസിന് പോലും കിട്ടിയിട്ടുണ്ട്. അതുകൂടെ എന്താ പറയണ്ടേ, മുൻഭാഗത്ത് ഇത്തിരി കുറഞ്ഞെങ്കിൽ അതുകൂടി ലാഭിച്ച് പിൻഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട്. ബൂട്ടിലിരിക്കുന്ന സാധനങ്ങൾക്ക് പോലും വെയിലടിച്ചുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം. അതോടൊപ്പം നല്ല ആംബ്രസ്റ്റ് അതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇരുന്ന വഴിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ അധികം ഓടിച്ചില്ല, കാരണം നമ്മൾ വന്നിറങ്ങിക്കൊണ്ട് അങ്ങ് ഷൂട്ട് ചെയ്യാണ്. അപ്പം സംഭവങ്ങൾ ഇത്രയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി പിൻസീറ്റ് ഇരിക്കാം. ബാക്കിൽ പൊതുവേ EVകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് താഴെ മുഴുവൻ ബാറ്ററി വിരിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പൊതുവേ തൈ സപ്പോർട്ട് കുറവായിരിക്കും എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെന്ന് നോക്കണമല്ലോ, കുറ്റം കണ്ടുപിടിക്കാനാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറ്റമൊന്നും അധികം പറയാനില്ല, അധികം നല്ല ഒരു കുറ്റം പറയാനില്ല. തൈ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ പക്കയാണ്. ഇത്രയും തൈ സപ്പോർട്ടുള്ള മറ്റൊരു EV അടുത്ത കാലത്ത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയുമില്ല. നല്ല തൈ സപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 20 mm ഉയർന്നിട്ടുണ്ട് പിൻഭാഗത്ത് ഫ്ലോറിൻ്റെ ഭാഗം. പക്ഷേ അതൊന്നും നമ്മളെ തൈ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ബാധിക്കുന്നില്ല എന്നുള്ളത് ടാറ്റ ഡിസൈനിങ്ങിൻ്റെ ഒരു ഗംഭീര ഉദാഹരണമായിട്ട് പറയാവുന്ന കാര്യമാണ്. തന്നെയല്ല, വളരെ ഫ്രഷാണ് ഉൾഭാഗം എന്ന് പറയുന്നത്. വളരെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. സ്പേസ് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ നല്ല ഒരു ആംബ്രസ്റ്റ് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ മുന്നിലെ പോലെ തന്നെ 65 വാട്ടിൻ്റെയും അതുപോലെ തന്നെ ഒരു സി ടൈപ്പ് ചാർജറും അതും കൊടുത്തിരിക്കുന്നു. പിന്നെ എന്തായിരുന്നു അപ്പോൾ സ്പേസാണ് പിന്നെ എടുത്ത് പറഞ്ഞാലും ഈ സീറ്റ് ഞാൻ വളരെ മുന്നിലേക്കും ഇത് ഏറ്റവും പിന്നിലേക്കും നീക്കിയിടും. ഇത്രയും സ്പേസ് ആണെന്നുള്ളത് അമേസിങ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടെയൊക്കെ ട്യൂറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 12 സ്പീക്കർ അവിടെ കൊണ്ട് വെക്കണ്ടേ, അതിനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഉയർത്തി വെക്കാവുന്ന ഒരു സൺ ബ്ലൈൻഡ് കൊടുത്തിരിക്കുന്നു.
സുഖം, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെയും 2 ബോട്ടിൽ വയ്ക്കാം, നല്ല ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു, അതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തായാലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഹെഡ് സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ പോലെ പനോമിക് സൺറൂഫ് ഭംഗിയായിട്ടത് കക്കൂസ് വരെ എത്തുന്നുണ്ടെന്ന് പറയുന്ന രീതിയിൽ പോയിരിക്കുക, അങ്ങ് പോയി, പിന്നിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഏതായാലും ഇരുന്നിട്ടും കണ്ടിട്ടും തൊട്ടിട്ടും ഒക്കെ കൊള്ളാം. ഇനി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കിനി കോയമ്പത്തൂരിൻ്റെ തിരക്ക് പിടിച്ച നഗരവീഥികളിലൂടെ I gotta hit that body. I'm the top of the top. I can't never take a break. Yeah, I'm hot and you not. That's why all my records bang. Oh, it's been a long hard road. Gotta go home. Yeah, 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 yeah. Oh, and I know you love the way that I'm gon' keep going. Yeah, 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 yeah. കോയമ്പത്തൂരൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവിടെ ജനിച്ചാൽ മതിയായിരുന്നതാണ്. കാരണം ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ എന്ത് സ്ഥലമാണ് നടക്കുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ്, ഒരു മനുഷ്യനില്ല, ഇഷ്ടം പോലെ ഗംഭീര വഴികളുമുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ ട്രാക്കിംഗ് ഒക്കെ ഷൂട്ട് ചെയ്തത്. നമുക്ക് ആകെയുള്ളത് നമ്മുടെ കളമശ്ശേരിയിലെ കോണകവാല് പോലെയുള്ള ഒരു കുഞ്ഞു വഴിയല്ലേ ഉള്ളൂ. അതിൻ്റെ 2 അറ്റം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊച്ചിയിൽ ഓടിക്കാൻ പോലും ഒരു സ്ഥലമില്ല. എന്നാൽ ഇവിടെ വളരെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയൊരു വാഹനമാണിത്. 5.8 സെക്കൻഡ്സ് മതി ഓൾ വീൽ ഡ്രൈവ് വാഹനത്തിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെപ്പോഴും ഈ EVകൾ എന്ന് പറയുന്നത് ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം ഇതൊരു അന്തം വിട്ട പോക്കാണല്ലോ. അതുപോലെയുള്ളൊരു ടോർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഏതൊരു EV ആയാലും, എത്ര ചെറിയ EV ആയാലും, ഇപ്പോൾ നമ്മുടെ ഉള്ള ഈ കോമറ്റ് പോലുള്ള വാഹനങ്ങൾ പോലും ഒരു കൈവിട്ട പോക്ക് പോകും ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഓൾ വീൽ ഡ്രൈവ് വാഹനത്തിന് മുന്നിലും പിന്നിലും ഉള്ള ആക്സിലും മോട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രിപ്പ് കിട്ടും. ഒരു കൈവിട്ട് പോകുന്ന ഫീല് ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഹൈ പവർ മോട്ടറൊക്കെയുള്ള വാഹനങ്ങളാകുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും ആ ഒരു റോഡ് ഗ്രിപ്പ് എൻജോയ് ചെയ്തു. ഈ 0 to 100 ഒക്കെ വളരെ കുറഞ്ഞ സമയം മതിയെങ്കിലും ആ റോഡ് ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ടെൻഷനില്ല അത്തരം കാര്യങ്ങളിൽ. എങ്കിലും സിയറ EVക്കും മിക്കവാറും എല്ലാ EVകൾക്കും ഉള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് കുറച്ച് ബമ്പിയാണ്, സസ്പെൻഷനുള്ള കാര്യമാണ്, വളരെ സോഫ്റ്റ് അല്ല. നിങ്ങളിപ്പോൾ MG വിൻസറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, കുറച്ചൊരു പിരിവിരിപ്പുണ്ട് ഈ ഒരു സസ്പെൻഷൻ്റെ കാര്യത്തിൽ. വളരെ അമിതമായിട്ടാണെന്ന്, അല്ലെങ്കിൽ പോലും ആ ഒരു സ്പോഞ്ചി എഫക്റ്റ് ഉണ്ടല്ലോ, അത് അല്ല ഇതിനുള്ളത്. അത് താഴേക്ക് ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം, ബാറ്ററി പാക്കിൻ്റെ വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും വളരെ സുരക്ഷിതമായൊരു വാഹനമാണ്. ഇത് സുരക്ഷിതം എന്ന് ഞാൻ പറയുന്നത് ഇതിൻ്റെ റേറ്റിംഗ് വെച്ചിട്ടൊന്നുമല്ല. അഡാസിൻ്റെ ഫീച്ചേഴ്സ് ആയാലും ഇപ്പോൾ റിവേഴ്സ് പാർക്കിംഗ് പോലുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വളരെ ഒരു ഡ്രൈവർക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വാഹനം ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം അപകടരഹിതമായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. എങ്കിലും ഇതിനൊരു ഈ പറഞ്ഞ ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് എപ്പോഴും വളരെ സൂക്ഷിച്ചോടിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പൈസ കയ്യിലുണ്ട്, ഒരു EV എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. QAD എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ഓൾ വീൽ ഡ്രൈവ് എന്നല്ല കമ്പനി വിളിക്കുന്നത്. എന്തായാലും ഇതിനൊരു ഓഫ് റോഡ് ട്രാക്ക് കൂടി ഇവിടെ ഉണ്ട്. അതിൽ ഉള്ളൊരു എക്സ്പീരിയൻസും അമേസിങ് എക്സ്പീരിയൻസ് ആണ്. തന്നെ ഇത് UAEയിലെ ഏറ്റവും വലിയ മണൽക്കുന്നൊക്കെ ഓടിക്കയറിയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിയറ EVക്ക് മുമ്പ് നമ്മുടെ ഹാരിയർ EV വന്നപ്പോൾ ഇതുപോലെ നമ്മുടെ എന്തായിരുന്നു വാഗമണിലെ മലമുകളിൽ കയറ്റിയാണല്ലോ ഇവർ ജനശ്രദ്ധ ആകർഷിച്ചത്. അപ്പം മല കയറാനുള്ള കഴിവ് എപ്പോഴും എടുത്ത് പറയുന്നുണ്ട് ടാറ്റയുടെ EVകളുടെ കാര്യത്തിൽ. അപ്പോൾ ഇനി മറ്റ് കാര്യങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ ടാറ്റയുടെ ഇപ്പോഴത്തെ പുതിയ EVകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന അതേ acti.ev+ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് ജനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അവരുടെ ഈ ടാറ്റയുടെ ഏറ്റവും പുതിയ SUV ഡിസൈൻ സ്റ്റൈലുണ്ട്, ടൈഡൽ E&D എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ സ്റ്റൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 63 കിലോവാട്ടിൻ്റെയും 75 കിലോവാട്ടിൻ്റെയും 2 ബാറ്ററി പാക്കുകളുണ്ട്. രണ്ടിൻ്റെയും പിന്നിൽ കൊടുത്തിരിക്കുന്ന 315 ന്യൂട്ടൺ മീറ്ററുള്ള ഒരു ആക്സിൽ കൊടുത്തിരിക്കുന്ന മോട്ടറാണ്, രണ്ടിനുമുണ്ട്. റിയർ വീൽ ഡ്രൈവ് മോഡലിന് 238 HP ആണ് മോട്ടറിൻ്റെ പവർ. പക്ഷേ 75 കിലോവാട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാറ്ററി പാക്കുള്ള ഓൾ വീൽ ഡ്രൈവ് മോഡലിൽ മുന്നിൽ 209 HP-യും അതുപോലെ തന്നെ പിന്നിൽ 140 HP-യും ഉള്ള മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിനും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ടോർക്ക് നോക്കുകയാണെങ്കിൽ 504 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്. മുൻ പിൻ ആക്സിലുകളിലെ മോട്ടറുകൾ രണ്ടും ഒരേ സമയം ഫുൾ പവർ കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് രണ്ടും കൂടെ കൂട്ടി നോക്കുമ്പോഴുള്ള ആ ഒരു പവർ നമുക്ക് പേർപ്പസിൽ കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് വേരിയൻറ്റിൽ 6 ടെറൈൻ മോഡുകൾ കൊടുത്തിട്ടുണ്ട്. നോർമൽ, ഗ്രാസ്, അതുപോലെ മഡ്, പിന്നെ സാൻഡ്, റോക്ക് ക്രൗള്, പിന്നെ കസ്റ്റം, ഇത്രയും മോഡുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലോ സ്പീഡ് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ക്യാമറ നമ്മൾ 360 എന്നല്ല വിളിക്കേണ്ടത്, 540 ഡിഗ്രി എന്നാണ്. കാരണം ഇതിൻ്റെ ബോഡിയുടെ അടിയിലത്തെ
ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വിഷ്വലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിനെ വിളിക്കാവുന്ന 540 ഡിഗ്രി ക്യാമറ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 665 കിലോമീറ്ററാണ് 75 കിലോ വാട്ടിൻ്റെ റിയർ വീൽ ഡ്രൈവ് എന്ന് കമ്പനി പറയുന്ന മൈലേജ് എങ്കിൽ 624 ഈ ഓൾ വീൽ ഡ്രൈവിന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിനുള്ള റേഞ്ചായിട്ട് പറയുന്നത്. 535 കിലോമീറ്ററാണ് 63 കിലോ വാട്ടിൻ്റെ വേർഷന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 460 തൊട്ട് 550 വരെയൊക്കെയുള്ള റേഞ്ചാണ് വിവിധ വേരിയൻസുകൾ കിട്ടാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് 263 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ടോപ്പപ്പ് ചെയ്യാന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ചു പോകാം, അധികം സമയം മെനക്കെടുത്താതെ ചാർജ് ചെയ്യുകയും ചെയ്യാം. സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ എക്രോസ് വേരിയൻസും ഒരു 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഇപ്പം മാൻഡേറ്ററി ആയിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള്, ഓട്ടോ ഹോൾഡ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ABS, EBD, VDC, CSC, HSC, SDS, TCS, CDD ഇങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ എന്തോ ഒരു IT കമ്പനിയുടെ പേര് പോലെയൊക്കെ തോന്നും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ഈ ടോപ്പ് എൻഡ് വേരിയൻസിലേക്ക് വരുമ്പോഴേക്കും ഇഷ്ടംപോലെ അഡാസിൻ്റെ ഫീച്ചേഴ്സും കൊടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പിശുക്കും കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, അതുപോലെ തന്നെ വിൻഫാസ്റ്റിൻ്റെ VF6, പിന്നെ VF7, അതുപോലെ എന്താണ് മഹീന്ദ്രയുടെ 6E, അതുപോലെ മഹീന്ദ്രയുടെ BE6, പിന്നെ മാരുതി വിറ്റാര, അങ്ങനെയുള്ള പല വാഹനങ്ങൾക്കും ഈ ഒരു വാഹനം ഭീഷണിയാകാവുന്നേ ഉള്ളൂ. കൂടാതെ ടാറ്റയുടെ തന്നെ കർവ് EV അതല്ലെങ്കിൽ തന്നെ കാര്യമായിട്ട് വിൽക്കുന്നില്ല, അതിനിത് കാര്യമായ ഭീഷണിയാകും. പിന്നെ ഹാരിയർ EVക്കും ഇതൊരു ഭീഷണിയാകാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാരിയർ EVയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 ലക്ഷത്തിലധികം വില കുറവുണ്ട്. പക്ഷേ അതിൻ്റെ റേഞ്ചും ഏകദേശം അതിൻ്റെ മറ്റ് ഘടകഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലേക്ക് പോകണമെന്നില്ല. ഇനിയൊരു വാഹനം വാങ്ങിച്ചാലും മതി. അപ്പോൾ അങ്ങനെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഡ്രൈവ് ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് മോഡലിൽ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ റേഞ്ചും പിന്നെ 260 കിലോമീറ്റർ അധികം നിങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് ടോപ്പപ്പ് ചെയ്യാന്നുള്ള കാര്യം, അങ്ങനെ പല പോസിറ്റീവ് സൈഡുകളും ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പം റേഞ്ച് ആങ്സൈറ്റി ആയാലും ചാർജിങ് ആങ്സൈറ്റി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വിട പറയാം ഈ ഒരു വാഹനത്തിൻ്റെ. ഈ ഒരു 75 കിലോ വാട്ടിൻ്റെ ഓൾ വീൽ ഡ്രൈവ് വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു ഓപ്ഷനായിരിക്കും. EVകളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ എത്തനോളിൻ്റെയൊക്കെ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് പലരും EVയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഒരു 28-29 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാവുന്ന ഈ ടോപ്പ് എൻഡ് മോഡൽ ഓഫ് ടാറ്റ സിയറ EV ഓൾ വീൽ ഡ്രൈവ്. You just gotta be fearless. 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 അപ്പോൾ കോഴിക്കോടൻ ഭാഷ പറഞ്ഞാൽ 55 ലിറ്റർ ഫ്രങ്ക് സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് മോശമല്ല. അപ്പോൾ പിൻഭാഗത്ത് തന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതിൻ്റെ കൂടെ 55 ലിറ്റർ ഫ്രങ്ക് സ്പേസും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടയ്ക്കട്ടെ. നല്ല വെയിറ്റ് ഉണ്ടോ, നല്ല നിർമ്മാണ നിലവാരമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. മഹാമായുടെ അമ്മേ അടഞ്ഞില്ലല്ലേ. ഓക്കെ, അപ്പോൾ ഇനി വിലയിലേക്ക് പോകാം അല്ലേ. വില എന്ന് പറയുന്നത് ഇതിന് ആകെ ഉള്ളത് 6 വേരിയൻസ് ആണ്. അത് പ്യുവർ എന്ന് പറയുന്ന വേരിയൻറ്റ് തുടങ്ങിയിട്ട് എംപവേർഡ് എ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓഡിസയിലാണ് അവസാനിക്കുന്നത്. 63 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കിൻ്റെ വേരിയൻ്റ് വില ആരംഭിക്കുന്നത് 18,79,000 രൂപയാണ്. അത് റിയർ വീൽ ഡ്രൈവ് ആണ്. ടോപ്പ് എൻഡ് നമ്മളിപ്പോൾ ഈ ഓടിച്ചു കഴിഞ്ഞ ടോപ്പ് എൻഡ് മോഡൽ ഓൾ വീൽ ഡ്രൈവിൻ്റെ വില എന്ന് പറയുന്നത് 25,99,000 രൂപയാണ്. അപ്പോൾ 18 തൊട്ട് 25 വരെയുള്ള 7 ലക്ഷം രൂപ വില വ്യത്യാസത്തിലാണ് മറ്റ് എല്ലാ വേരിയൻസും വന്നിരിക്കുന്നത്. ഓൾ വീൽ ഡ്രൈവിൻ്റെ ഒറ്റ വേരിയൻ്റേ ഉള്ളൂ, അതാണ് ഈ കാണുന്നത്. അതിലാണ് ഈ 75 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കിപ്പം ടാറ്റ ഹാരിയർ EV ആണല്ലോ ഇവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത്. അതിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 2,70,000 തൊട്ട് 3 ലക്ഷം രൂപ വരെ കുറവുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ എൻ്റെ തൊട്ട് താഴെയുള്ള കർവ് EV ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 1,80,000 രൂപ കൂടുതലും ഉണ്ട് ഇതിന്. മറ്റ് വാഹനങ്ങൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന വിലയുള്ള മറ്റ് വാഹനങ്ങളെന്ന് പറയുന്നത് ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, അതുപോലെ തന്നെ BE6 തുടങ്ങിയ വാഹനങ്ങളൊക്കെയാണ്. ഏതാണ്ട് ആ ഒരു വിലയിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. എന്നാൽ പോലും ഈ വാഹനം എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ കാഴ്ചയിലുള്ള വ്യത്യസ്തമായ രൂപഭംഗി. മറ്റൊന്ന്,
ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവ്. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. എന്തായാലും ടാറ്റയുടെ വാഹനങ്ങളുടെ ഓരോരോ വാഹനങ്ങൾ വരുമ്പോഴുള്ള ബിൽഡ് ക്വാളിറ്റിയും അതോടൊപ്പം ഉള്ള ഫീച്ചേഴ്സിൻ്റെ ആധിക്യവും എല്ലാം നമ്മൾ അമ്പരപ്പിക്കുന്നുണ്ട്. ഈ ഒരു രീതി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സർവീസ് ഇഷ്യൂസ് ആയിരുന്നു. ഇപ്പോൾ വലിയ കാര്യമായ രീതിയിൽ സർവീസ് ഇഷ്യൂസ് ഒന്നും ടാറ്റയുടെ കാര്യത്തിൽ കേൾക്കുന്നില്ല എന്നുള്ളതും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളതിലേക്ക് നമുക്ക് അഭിമാനം തരുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും ടാറ്റ സീറയോടൊപ്പം വൈജുവൻ നായർ വിത്ത് ക്യാമറാമാൻ ശ്യാം കെ ശശി ബൈ. അപ്പോൾ ടാറ്റ സീറ ഇവിയുടെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ പറഞ്ഞ വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ സാമ്പത്തിക നീക്കിയിരിപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് PNB മെഡ്ലൈഫിൻ്റെ എൻഹാൻസ്ഡ് വാല്യൂ ഫണ്ട് NFOയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓർക്ക് ഈ അവസരം ജൂലൈ 13 വരെ മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം.